ഹലോ ഫ്രണ്ട്സ്, ഗ്രീൻ ആൻഡ് സാവൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ആലപ്പുഴയിൽ വരെ വന്നതാണ്. വന്ന സ്ഥിതിക്ക് ഒരു ബോട്ട് യാത്ര നടത്താതെ തിരികെ പോകുന്നത് ശരിയല്ലെന്ന് തോന്നി. സമയം ഉച്ചയ്ക്ക് 1 മണിയാകാറായി. ആലപ്പുഴ ബോട്ട് ജെട്ടിയാണ് സ്ഥലം. എനിക്കിനി കായംകുളം ഭാഗത്തേക്കാണ് പോകേണ്ടത്. അവിടെ തിരക്കിയപ്പോഴാണ് അറിയുന്നത് നിലവിൽ കായംകുളം ഭാഗത്തേക്ക് ബോട്ട് സർവീസ് ഒന്നുമില്ല. മുൻപുണ്ടായിരുന്നു. ആ ഒരു റൂട്ടിൽ തൃക്കുന്നപ്പുഴ പാലത്തിൻ്റെ പണി നടക്കുകയാണ്. അതായിരിക്കാം നിലവിൽ സർവീസ് നിർത്തിവെച്ചിരിക്കുന്നത്. എങ്ങോട്ടാണോ അടുത്ത ബോട്ട് സർവീസ് അങ്ങോട്ടാകാം യാത്ര എന്നായി ഞാൻ. അപ്പോഴാണ് ഈ ഒരു ബോട്ട് അവിടെ നിന്ന് എടുക്കുന്നത്. നേരെ ചാടി ഇതിനുള്ളിലേക്ക്. വീണിടം വിഷ്ണുലോകം. വീണിട്ടൊന്നുമില്ല കേട്ടോ, ഒരു പഴമൊഴി പറഞ്ഞതാണ്. ആലപ്പുഴ ബോട്ട് ജെട്ടിയിൽ നിന്നും വൈദ്യശാല എന്ന ജെട്ടി വരെ പോകാനായി പിന്നെ പ്ലാൻ. 3 മണിക്കൂർ യാത്രയുണ്ട്. 27 രൂപയാണ് ഈ ഒരു യാത്രയ്ക്ക് സർവീസ് ചാർജ്. ഉള്ളവരൊക്കെ യാത്ര ചെയ്യാൻ ആശ്രയിക്കുന്നത് സർക്കാരിന്റെ ഈ യാത്രാ ബോട്ടുകളെയാണ്. മറ്റൊന്നും കൊണ്ടല്ല, ഈ പ്രദേശങ്ങൾ ഭൂരിഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നവയാണ്. അവർക്ക് ഇതാണ് ഏക ആശ്രയവും. പലരുടെയും വീടിന് മുന്നിൽ കായലിനോട് ചേർന്ന് ചെറുവഞ്ചികൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. നമ്മുടെയൊക്കെ വീടിന് മുന്നിൽ ബൈക്കൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നില്ലേ, അതുപോലെ അവരൊക്കെ എങ്ങോട്ടേലും പോകുമ്പോൾ കൂടുതലായും യൂസ് ചെയ്യുന്നത് ഈ ചെറുവഞ്ചികളെയാണ്. അതാവുമ്പോൾ അവരുടെ സൗകര്യാർത്ഥം യാത്ര ചെയ്യാമല്ലോ. ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്നതും ഈയിടെ പണി കഴിഞ്ഞതെന്ന് തോന്നിക്കുന്നതുമായ വീടുകൾ സാധാരണ തറനിരപ്പിൽ നിന്നും കൂടുതലായും ഉയർത്തിയാണ് പണിതിരിക്കുന്നത്. വെള്ളപ്പൊക്ക ഭീഷണിയിൽ നിന്നും ഒരു പരിധിവരെ രക്ഷ നേടാൻ ഇത് ഉപകരിക്കും. 2018-ൽ ഫ്ലഡ് ഉണ്ടായതിനു ശേഷം ഇങ്ങനെയാണ് ഇവിടെ വീടുകൾ പണികഴിപ്പിക്കുന്നത്. ഇതൊരു സാധാരണ യാത്രാ ബോട്ട് ആണെങ്കിലും ബജറ്റ് റേഞ്ചിൽ കായൽ സൗന്ദര്യം ആസ്വദിക്കാൻ വിദേശ വിനോദ സഞ്ചാരികളടക്കം സർക്കാരിന്റെ ഈ ഒരു യാത്രാ ബോട്ട് സർവീസ് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇവയൊക്കെ കൂടാതെ ധാരാളം ശിഖാര വള്ളങ്ങളും ഹൗസ് ബോട്ടുകളും ഇവിടെയുണ്ട്. ഫാമിലിയായി വരുന്നവർ അവയൊക്കെയാണ് ആശ്രയിക്കുന്നത്. ശിഖാര വള്ളങ്ങളുടെയും ഹൗസ് ബോട്ടിന്റെയും ചാർജുകൾ ഓരോ സീസണിലും മാറിക്കൊണ്ടിരിക്കും. ബസ്സുകളിലൊക്കെ ടിക്കറ്റ് എടുക്കുന്നത് പോലെയാണ് ഈ ഒരു ബോട്ടിലും. ബോട്ട് യാത്ര തുടങ്ങുമ്പോൾ ബോട്ട് മാസ്റ്റർ നമ്മൾക്കരികിൽ വന്ന് ഓരോരുത്തർക്കും ടിക്കറ്റ് തന്നോളും. ഞാനിപ്പോൾ കയറിയിരിക്കുന്നത് ഒറ്റനില ബോട്ടിലാണ്. ഇതുകൂടാതെ ഡബിൾ ഡെക്കർ ബോട്ടുകളുമുണ്ട്. അവയൊക്കെ കൂടുതലും വിനോദസഞ്ചാരികളെ കൂടി ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്. ഫാമിലിയായി വന്ന് ബഡ്ജറ്റ് റേഞ്ചിൽ ബോട്ട് യാത്ര ആസ്വദിക്കാൻ താല്പര്യപ്പെടുന്നവർക്കായി കേരള സർക്കാരിന്റെ സി കുട്ടനാട് ബോട്ട് സർവീസും വേഗ ബോട്ട് സർവീസും ആലപ്പുഴ ബോട്ട് ജെട്ടിയിൽ നിന്നുമുണ്ട്. ഇതിന്റെ ടിക്കറ്റ് ഫെയറിൽ വ്യത്യാസമുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് SWTD വെബ്സൈറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ബോട്ടിന്റെ സമയക്രമം, സർവീസ് ചാർജ് എന്നിവ ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ബോട്ട് യാത്ര ആസ്വദിക്കാനും നിങ്ങളുടെ ഫ്രണ്ടിന് ഷെയർ ചെയ്യാനും മറക്കരുത്.